എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ, കോതമംഗലം, ഇടുക്കി ജില്ലയിലെ ദേവികുളം, ഉടുമ്പൻചോല, തൊടുപുഴ, ഇടുക്കി, പീരുമേട് എന്നീ നിയമസഭാ മണ്ഡലങ്ങളാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലുള്ളത്. മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം ഇതുവരെ നടന്ന 12 തെരഞ്ഞെടുപ്പുകളിൽ 8 തവണ UDF-നൊപ്പവും 4 തവണ LDF-നൊപ്പവുമായിരുന്നു ഇടുക്കി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രകാരം തൊടുപുഴ, മൂവാറ്റുപുഴ മണ്ഡലങ്ങൾ UDF-നൊപ്പവും, കോതമംഗലം, ദേവികുളം, ഉടുമ്പൻചോല, ഇടുക്കി, പീരുമേട് മണ്ഡലങ്ങൾ LDF-നൊപ്പവുമാണ്. മണ്ഡലത്തെ തിരിഞ്ഞു നോക്കിയില്ല, വികസന ഫണ്ടിൽ 30% ബാക്കി കിടക്കുന്നു എന്നിങ്ങനെയുള്ള പരാതികൾക്കിടയിലും സിറ്റിംഗ് MP ഡീൻ കുര്യാക്കോസിനെ തന്നെയാണ് UDF രംഗത്തിറക്കിയിട്ടുള്ളത്. ഇടുക്കിയുടെ മനസ്സ് കൂടെ നിൽക്കുന്നു എന്ന് ഇപ്പോഴും പറയാൻ അദ്ദേഹത്തിന് തന്നെ കഴിയുമെന്ന് തോന്നുന്നില്ല. മലയോര മേഖലയുടെ പ്രശ്നങ്ങളിൽ തൊട്ടുതൊടാതെ നിന്ന് കളിച്ചത് പരാതിയായി പുകയുന്നുമുണ്ട്. ജോയ്സ് ജോർജ് തന്നെയാണ് ഇത്തവണയും LDF സ്ഥാനാർത്ഥി. വിജയിച്ച സാമൂഹ്യ പ്രവർത്തകൻ എന്ന മുഖത്തോടെയാണ് അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് എത്തിയിട്ടുള്ളത്. അധികാരത്തിലിരുന്നപ്പോഴും നഷ്ടപ്പെട്ടപ്പോഴും ഒപ്പം നിന്ന നേതാവ് എന്ന സ്വീകാര്യതയാണ് ജോയ്സ് ജോർജിന് ജനങ്ങൾക്കിടയിലുള്ളത്. മാത്രവുമല്ല, മലയോര ജനതയുടെ മനസ്സറിഞ്ഞ് പ്രശ്നങ്ങളിൽ കൂടെ നിൽക്കുന്ന നേതാവ് എന്ന സ്വീകാര്യതയുമുണ്ട്. ഇത് സിറ്റിംഗ് MPയെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. NDA സ്ഥാനാർത്ഥിയായി രംഗത്തുള്ളത് അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥാണ്. BDJS സംസ്ഥാന വൈസ് പ്രസിഡന്റാണവർ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടുക്കി മണ്ഡലത്തിൽ ഭാഗ്യപരീക്ഷണത്തിന് ഇറങ്ങിയിരുന്നു. കേരള കോൺഗ്രസ് മാണി വിഭാഗം LDF-ലേക്ക് എത്തിയ ശേഷമുള്ള ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ഇരു കേരള കോൺഗ്രസുകൾക്കും ശക്തി പ്രകടനത്തിലുള്ള അവസരവുമാണ്. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരായ ശക്തമായ പ്രതിഷേധം നിലനിൽക്കെ വോട്ടർമാർക്ക് പ്രതീക്ഷയർപ്പിക്കാവുന്ന മുന്നണി ഏത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഈ പ്രതിഷേധത്തിന്റെയും പ്രതിരോധത്തിന്റെയും പക്ഷത്തു നിന്നാണ് ജോയ്സ് ജോർജ് മുന്നേറുന്നത്.